Good morning, all of you. Good morning. Good Let's morning. start off. Good morning. Good morning. Good morning. Good morning. നമുക്ക് എല്ലാവർക്കും സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരുടെയും മൈക്ക് ഒന്ന് മ്യൂട്ട് ആക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. ഇന്നത്തെ ഈ ഒരു സുപ്രഭാതം നമുക്കായി തന്ന ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നിമിഷം മൗന പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എന്റെ പേര് അനു. ഞാൻ പാലായിലാണ്. ബയോട്ടോറിയം കോൺസെപ്റ്റ് വളരെ സജീവമായി ചെയ്തു വരുന്നു. ഇന്നത്തെ ഈ ഒരു സുപ്രഭാതത്തിൽ ബയോട്ടോറിയം കോൺസെപ്റ്റിന്റെ നമ്മുടെ കേരള ടീം നയിക്കുന്ന ഒരു സൂം മീറ്റിലേക്ക് എല്ലാവരെയും സസന്തോഷം ഞാൻ സ്വാഗതം ചെയ്യുന്നു. സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള ഒരു യാത്രയിലാണ് നമ്മൾ ഓരോരുത്തരും. ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ ഒരു സ്വപ്നമുണ്ട്. ചില സ്വപ്നങ്ങൾ അത് ചെറുതായിരിക്കാം, ചിലത് വലുതായിരിക്കാം. പക്ഷെ ഒരു സ്വപ്നം കാണാനുള്ള ധൈര്യവും അതിനായി പരിശ്രമിക്കാനുള്ള മനസ്സുമാണ് ആദ്യത്തെ വിജയത്തിലേക്കുള്ള പടി. സ്വപ്നങ്ങൾ വെറുതെ ഒരു ആഗ്രഹങ്ങളായി മാത്രം നിലനിൽക്കരുത്, അതിനെ വലിയ ലക്ഷ്യങ്ങളായി മാറ്റണം. വഴിയിൽ പല തടസ്സങ്ങളും പരാജയങ്ങളും നേരിടേണ്ടി വരാം. എന്നാൽ പരാജയങ്ങളെ ഭയക്കാതെ തന്നെ അതിൽ നിന്ന് പാഠങ്ങൾ പഠിച്ച് മുൻപോട്ട് പോകുമ്പോഴാണ് വിജയം നമ്മെ തേടിയെത്തുന്നത്. വിജയിച്ച ഓരോ വ്യക്തിയുടെയും പിന്നിൽ കഠിനാധ്വാനവും ക്ഷമയും ആത്മവിശ്വാസവും നമ്മുടെ കഴിവുകളെ വിശ്വസിക്കുകയും ഓരോ ദിവസവും ഒരു ചെറിയ ചുവടെങ്കിലും മുൻപോട്ട് വെക്കുകയും ചെയ്താൽ നമ്മുടെ സ്വപ്നങ്ങൾ തീർച്ചയായിട്ടും യാഥാർത്ഥ്യമാക്കാൻ കഴിയും. കാരണം സ്വപ്നം കാണുന്നവർക്കല്ല, ആ സ്വപ്നത്തിനെ പ്രവർത്തിക്കുന്നവർക്കാണ് വിജയം സ്വന്തമാകുന്നത്. അങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ട് അല്ലെങ്കിൽ നല്ലൊരു വിജയത്തിലേക്ക് മുൻപോട്ട് പോകുന്ന ഓരോ വ്യക്തിത്വങ്ങളുമാണ് ഇന്ന് ഈ സൂം മീറ്റിംഗിൽ സന്നിഹിതരായിരിക്കുന്നത്. എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ഒരു സൂം മീറ്റിംഗിലേക്ക്. മാത്രമല്ല, നമുക്കിന്ന് ബയോട്ടോറിയം എന്ന കോൺസെപ്റ്റിനെ കുറിച്ചും അതിന്റെ പ്രോഡക്ട്സിനെ കുറിച്ചും വളരെ ഭംഗിയായിട്ട് പറഞ്ഞു തരുവാനും അറിവുകൾ ഷെയർ ചെയ്യുവാനുമായിട്ട് എത്തിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട ജോണി സാറാണ്. അദ്ദേഹം പാലായില് 24/7 എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കണം എന്നുള്ള അദ്ദേഹം ഒരു കോളേജിലെ സെന്റ് തോമസ് കോളേജിലെ സ്റ്റാഫ് ആണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഓരോ പ്രവർത്തനങ്ങളിലും അല്ലെങ്കിൽ ആ പ്രവർത്തന മേഖലയിൽ നിന്നുകൊണ്ട് തന്നെ 24/7 എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അങ്ങനെ ഫുൾ പാർട്ട് ടൈമർ ആയിട്ട് മാത്രമല്ല, ഫുൾ ടൈം ആയിട്ട് തന്നെ എല്ലാവരിലേക്ക് ഈ കോൺസെപ്റ്റിനെ കുറിച്ച് എത്തിക്കുകയും പ്രോഡക്ട്സിനെ കുറിച്ച് വേണ്ട രീതിയിൽ അറിവുകൾ ഷെയർ ചെയ്യുകയും ചെയ്തുകൊണ്ട് വളരെ നല്ല രീതിയിൽ വിജയകരമായി മുൻപോട്ട് തന്നെ പോകുന്ന ഒരു ഗ്രേറ്റ് പേഴ്സൺ ആണ് അദ്ദേഹം. ഒരു മെന്റർ ആണ്, അതുപോലെ തന്നെ ഒരു നല്ല ബെസ്റ്റ് ട്രെയിനർ ആണ്. ഏതൊരു മേഖലയിലും അല്ലെങ്കിൽ തന്റെ വ്യക്തിത്വത്തിന്റെ ഓരോ പാഠങ്ങളും നമ്മളെ എല്ലാ വ്യക്തികളെയും, നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരെയും, കൂടെ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് അവരുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ എല്ലാവരെയും ലൈഫിന്റെ വിജയത്തിലേക്ക് എത്തിക്കുവാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഗ്രേറ്റ് ലീഡർ കൂടിയാണ് ബഹുമാനപ്പെട്ട ജോണി സാർ. അദ്ദേഹത്തെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് വളരെ സന്തോഷത്തോടു കൂടിയും ആദരവോടും കൂടി തന്നെ സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹത്തിന് നമുക്ക് വേണ്ടി പറഞ്ഞു തരാൻ ധാരാളം അറിവുകളുണ്ട്. അവയെല്ലാം നമുക്ക് കേട്ടുകൊണ്ട് തന്നെ നമുക്ക് ഈ സൂം മീറ്റിംഗ് കൂടുതൽ ധന്യമാക്കാം. ഒരിക്കൽ കൂടി ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് വെൽക്കം ജോണി സാർ. മൈക്ക് ഓഫ് ആണ്. താങ്ക് യു അനു മാഡം. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും ഒരു പുലർകാല വന്ദനം സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ഒത്തിരി അഭിമാനത്തോടും സന്തോഷത്തോടും കൂടി നമ്മൾ വീണ്ടും ഒരു പുതിയ പുലരിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഒരു ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. ഇതാണ് നിലവിൽ കേരളത്തിൽ ആരുടെയോ മൈക്ക് ഓൺ ആണ്, വാർത്ത കേൾക്കുന്നുണ്ട്. നമുക്ക് ഞാനത് പറഞ്ഞോട്ടെ. എല്ലാവരും അവരുടെ മൈക്ക് ഒന്ന് മ്യൂട്ട് ആക്കിക്കൊണ്ട് തന്നെ നമുക്ക് ഈ പ്രോഗ്രാമിനെ കൂടുതൽ ഡിസിപ്ലിനോടുകൂടി ധാരാളം അറിവുകൾ നമുക്ക് ഷെയർ ചെയ്യാനുണ്ട്. അതുകൊണ്ട് എല്ലാവരും മൈക്ക് ഓഫ് ആക്കണം. അത് മാത്രമല്ല, നമ്മൾ നല്ല സാഹചര്യത്തിലാണ് അല്ലെങ്കിൽ ആയിരിക്കുന്ന സാഹചര്യത്തിലാണെങ്കിൽ മാത്രം വീഡിയോ ഓപ്പൺ ചെയ്തുകൊണ്ട് നമുക്ക് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാം. സർ പ്ലീസ് വെൽക്കം. ഓക്കെ, അപ്പോ നമുക്ക് ഇന്നൊരിക്കൽ കൂടി ഇങ്ങനെ കൂടിച്ചേരാനൊക്കെ ഭാഗ്യം ലഭിച്ചു. ഒത്തിരി സന്തോഷത്തോടു കൂടി നമ്മളായിരിക്കുന്നു ഈ പ്രഭാതത്തിലും.
പ്രിയമുള്ളവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് നടന്ന മീറ്റിംഗിന്റെ ഒരു തുടർച്ച എന്ന രീതിയിൽ സംസാരിക്കാമെന്ന് വിചാരിക്കുകയാണ് ഇന്ന്. നമുക്കറിയാം, മിനിങ്ങാന്ന് നമ്മുടെ പ്രിയപ്പെട്ട KBCയുടെ ചെയർമാൻ മനോജ് പുണിത്തർ സാറ് നമ്മോട് പുതിയ പ്ലാനിനെ കുറിച്ച്, നമുക്ക് ലഭിക്കുന്ന വരുമാന സാധ്യതകളെ കുറിച്ച്, സാഗർ ജോഷി സാറ് നമുക്ക് കരുതി വെച്ചിരിക്കുന്ന വിഭവസമൃദ്ധമായിട്ടുള്ള ആ വരുമാന സാധ്യതയെ കുറിച്ചൊക്കെ വളരെ സവിസ്തരം മിനിങ്ങാൻ നമ്മോട് സംസാരിച്ചു. ഇന്നലെ എന്റെ പ്രിയപ്പെട്ട സഹയാത്രിക കൂടിയായിരിക്കുന്ന ത്രസ്യമ്മ മാഡം വളരെ കൃത്യതയോടുകൂടി എങ്ങനെയാണ് ഒരു ഫോളോ അപ്പ് നടത്തേണ്ടത്, ബയോട്ടോറിയം കൺസെപ്റ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഫോളോ അപ്പ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ നമ്മോട് സവിസ്തരം സംസാരിച്ചു. വളരെ മനോഹരമായ രീതിയിൽ ഇന്നലത്തെ ക്ലാസ് നമുക്ക് ഹൃദ്യമായിരുന്നു. അപ്പൊ ഈ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് നമ്മൾ മനസ്സിലാക്കിയ കാര്യം ഇതാണ്: ബയോട്ടോറിയം എന്ന കൺസെപ്റ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ധാരാളം വരുമാനം നമുക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഇന്നലെ അത് എങ്ങനെയാണ് ആ വരുമാനം നമ്മളിലേക്ക് വരേണ്ടത്, അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് കൂടി നമ്മൾ മനസ്സിലാക്കി. അപ്പൊ അതിന്റെ ഒരു തുടർച്ച എന്ന രീതിയിൽ ഇന്ന് സംസാരിക്കാം എന്ന് കരുതുകയാണ്. ഇന്ന് ഞാൻ സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന വിഷയം എങ്ങനെയാണ് സമ്പത്ത്, പണം നമ്മിലേക്ക് ഒഴുകിയെത്തുന്നത് എന്നതിനെ കുറിച്ച് സംസാരിക്കാം എന്ന് വിചാരിക്കുന്നു. അപ്പോ ദയവായി ഇന്നത്തെ ഈ ക്ലാസ്സിൽ ആയിരിക്കുന്നവര് ഇതുവരെയുള്ള എല്ലാ ദിവസത്തെയും ക്ലാസ്സിനെ അപേക്ഷിച്ച് ഒരല്പം വ്യത്യസ്തത ഉണ്ടാകുന്നത്, ചിലപ്പോ നിങ്ങൾ കൂടി സംസാരിക്കേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ ചിലപ്പോ ഒരു മെസ്സേജ് ഇടേണ്ടി വന്നേക്കാം, ചിലപ്പോ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് കാണാനായിട്ട് അല്ലെങ്കിൽ എന്റെ ഫേസ് കാണാനായിട്ട് നിങ്ങൾ വീഡിയോയിലൊന്ന് ശ്രദ്ധിക്കേണ്ടി വന്നേക്കാം. എല്ലാവരും വീഡിയോ ഓൺ ആക്കണമെന്നൊന്നുമില്ല, പക്ഷെ ഞാൻ ചില കാര്യങ്ങൾ പറയുന്നതൊന്ന് ശ്രദ്ധിക്കുക. കാരണം ഞാൻ പലപ്പോഴും ഈ ക്ലാസ് ഫിസിക്കലായിട്ട് നമുക്ക് കൂടിച്ചേരുന്ന സമയങ്ങളിലൊക്കെ എടുക്കുന്ന ഒരു ക്ലാസ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പോ പലപ്പോഴും ഒരു ക്ലാസ് അറേഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് മെഡിറ്റേഷൻ ഉൾപ്പെടുത്താറുണ്ട് ക്ലാസ്സില്. അപ്പൊ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ മൈൻഡിലേക്ക് ചില വസ്തുതകളെ ഇങ്ങനെ സംശീകരിച്ചെടുക്കാനായിട്ട് കഴിയുന്ന അവസ്ഥയാണ് മെഡിറ്റേഷന്. അപ്പോ ആ മെഡിറ്റേഷൻ ഒക്കെ നമ്മൾ ഫിസിക്കലി ഇരുന്ന് ചെയ്യുമ്പോഴാണ് അതിന് കൂടുതൽ ഒരു എഫക്റ്റ് ഉണ്ടാവുക. ഇന്ന് ഈ ക്ലാസ്സിൽ ഞാൻ സംസാരിക്കുന്ന വിഷയവും അത് തന്നെയാണ്. ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ഈ കാലഘട്ടത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് മാനിഫെസ്റ്റേഷൻ. നമ്മൾ എപ്പോഴും കൂടുതൽ കേൾക്കുന്ന ഒരു വാക്കാണ് ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തില്. മാനിഫെസ്റ്റേഷൻ നടത്തി കഴിഞ്ഞാൽ, മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇങ്ങനെ നമ്മൾ ഒരു കാര്യത്തെ കുറിച്ച് തന്നെ ചിന്തിച്ചു കൊണ്ടിരുന്നാൽ ആ കാര്യം നമ്മിലേക്ക് വരും എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ നിത്യം കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ എന്താണ് ഈ മാനിഫെസ്റ്റേഷൻ എന്താണ് എന്നുള്ളതിനെ കുറിച്ചും എങ്ങനെയാണ് അത് നമ്മുടെ ലൈഫിലേക്ക് കൃത്യമായിട്ട് കടന്നു വരുന്നത് എന്നുള്ളതിനെ കുറിച്ചും ഒക്കെ ഒന്ന് ചിന്തിച്ചു പോവാം. അപ്പോ ചില അവസരങ്ങളിൽ ഞാൻ എൻ്റെ ഫേസിനെ കാണാനായിട്ട് നിങ്ങളോട് ആവശ്യപ്പെടും. ആ സമയത്ത് ഒന്ന് ശ്രദ്ധിക്കണം. ഇപ്പോ നിലവിൽ ഞാൻ എൻ്റെ വോയിസ് മാത്രം ശ്രദ്ധിച്ചാൽ മതിയാവും. ഇവിടെ ആയിരിക്കുന്ന ഓരോ വ്യക്തികളും എന്തിനാണ് ഈ ഒരു കൺസെപ്റ്റിലേക്ക് വന്നത് എന്ന് ചോദിച്ചാൽ പലർക്കും പല ഉത്തരങ്ങളാണുള്ളത്. ഇന്നലെ ത്രസ്യമ്മ മാഡം അത് കൃത്യമായിട്ട് പറഞ്ഞു. ചിലര് ഈ കൺസെപ്റ്റിലേക്ക് വന്നത് അവരുടെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടാണ്. വലിയ തോതില് വെരിക്കോസ് വെയിന്റെയോ അല്ലെങ്കിൽ ഷുഗറിന്റെയോ അല്ലെങ്കിൽ തൈറോയിഡിന്റെയോ അല്ലെങ്കിൽ ശരീരവേദനയുടെയോ ഒക്കെ അവസ്ഥ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ്, ഇതൊരു ഹെൽത്ത് പ്രൊഡക്റ്റ് ആണെന്ന് അറിഞ്ഞു. എന്നെ ഒരാൾ കുറെ നിർബന്ധിച്ചു, അങ്ങനെ ഞാനിത് വാങ്ങിച്ചു ഉപയോഗിച്ച്. നല്ലതാ പ്രൊഡക്റ്റ് ആണ്, അപ്പൊ അത് നല്ലതാന്ന് കണ്ടുകൊണ്ട് ഞാൻ ഈ കൺസെപ്റ്റിലേക്ക് വന്നു. ചില ആളുകൾ അങ്ങനെ പറയാം. ചില ആളുകൾ പറയും, എനിക്ക് സാമ്പത്തികപരമായിട്ടുള്ള ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ്, വരുമാനം കിട്ടുമെന്നറിഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് വന്നതാണ്. അപ്പൊ ഞാൻ പ്രൊഡക്റ്റ് ഒന്നും അല്ല നോക്കിയത്, നല്ല വരുമാനമുണ്ട്, അപ്പൊ വരുമാനം പ്രതീക്ഷിച്ച് വരുന്ന ആൾക്കാരുണ്ടായിരുന്നു. ഇനി ചിലരാകട്ടെ വീട്ടിൽ ഇരുന്ന് മുഷിഞ്ഞു, അപ്പോൾ പുറത്തിറങ്ങാനുള്ള ഒരു അവസരമായി ഒരു സൗഹൃദ കൂട്ടായ്മയിലേക്ക് വരാൻ കഴിഞ്ഞു, അതിന്റെ സന്തോഷത്തിലാണ് വന്നത്. അങ്ങനെ പലതരത്തിലുള്ള ആൾക്കാരാണ് ഇതിലേക്ക് വരിക. എങ്കിൽ പോലും ഏതവസ്ഥയിൽ വന്നവരാണെങ്കിലും ഇന്ന് ഈ ഗ്രൂപ്പിലായിരിക്കുന്ന ഇപ്പൊ 123ഓളം പേരുണ്ട്. ഈ ആളുകളിൽ ആരും പറയില്ല പൈസ വേണ്ട എന്ന് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ എല്ലാവരും പണം കൂടി ആഗ്രഹിക്കുന്നവരാണ്, കാരണം നമുക്ക് സമ്പത്തും കൂടി ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ ഓരോ മീറ്റിങ്ങിലൂടെയും കൃത്യതയോടുകൂടി നമ്മോട് മനോജ് സാറും അതുപോലെ തന്നെ സാഗർ ജോഷ് സാറും ഒക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്: കോടികൾ സമ്പാദിക്കാൻ കഴിയുന്ന
ബിസിനസ്. കോടികൾ സമ്പാദിക്കാൻ കഴിയുന്ന ഒരു ബിസിനസ് ആണിത്. ഇന്നത്തെ പ്ലാൻ അനുസരിച്ച് ഒരു ദിവസം 1 ലക്ഷം രൂപ സമ്പാദിക്കാൻ കഴിയുന്ന, ഒരു വർഷം കൊണ്ട് ഇന്നത് 5 കോടിയിലേറെ രൂപ സമ്പാദിക്കാൻ കഴിയുന്ന ഒരു ബിസിനസ്സിലാണ് നമ്മൾ ഇവിടെ ആയിരിക്കുക. അപ്പൊ ഇന്നലെയും മനോജ് സാർ അതങ്ങനെ ആവർത്തിച്ചു പറഞ്ഞു, നിങ്ങൾക്കത് കഴിയും, സാധിക്കും, 5 കോടി രൂപ വളരെ സിമ്പിളായിട്ട് നേടിയെടുക്കാൻ കഴിയും എന്നൊക്കെയുള്ളത് മനോജ് സാർ ഇന്നലെ നമ്മളോട് ആവർത്തിച്ച് പറഞ്ഞു. പക്ഷേ അങ്ങനെയെങ്കിൽ നമ്മൾ ഇതിൽ എത്ര പേര് ഈ പറയുന്ന ഒരു കോടീശ്വരനാകാൻ ആഗ്രഹിക്കുന്നുണ്ട്? അതാണ് ഇന്നത്തെ സബ്ജക്റ്റ് എന്നുള്ളത്. ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് കോടീശ്വരനാകാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചാൽ, ഇപ്പോ എത്ര പേരൊക്കെ കോടീശ്വരനാകാൻ ആഗ്രഹമുണ്ട് എന്ന് ചോദിച്ചാൽ പറയും, എല്ലാവരും പറയും ശരി ആയിക്കോട്ടെ, പിന്നെ അതിന് തന്നെ സംശയം എന്നായിരിക്കുന്നത്, കോടീശ്വരനാകുന്നതിൽ സന്തോഷമല്ലേ, എനിക്ക് കോടീശ്വരനാകണം, എല്ലാവരും അങ്ങനെ പറയും. എന്നാൽ അതേ കാര്യം ഒന്നുകൂടി ഇരുത്തി ചോദിച്ചാൽ, നിങ്ങളൊരു കോടീശ്വരനാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ, ഒരു കോടീശ്വരൻ എന്ന പദവിയിലേക്ക് എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ, അയ്യോ അത് വേണോ, ഇത്ര ആവശ്യമുണ്ടോ എന്ന ഒരു ചിന്തയിലേക്ക് വരും. ഇനി ഒരു കോടീശ്വരൻ എന്ന് പറയുന്ന, അല്ലെ കോടികളുടെ ആസ്തിയുള്ള ഒരു വ്യക്തിയായി, ഇപ്പൊ ജോണി പരവല എന്ന ഞാൻ കോടികളുടെ ആസ്തിയുള്ള ഒരു വ്യക്തിയായി മാറുക എന്ന് പറയുമ്പോൾ, അതിനെക്കുറിച്ചൊന്ന് ആലോചിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കുള്ളിൽ ഭീതി തോന്നും, പേടി തോന്നും. അപ്പോ സ്വാഭാവികമായിട്ടും എന്തുകൊണ്ടാണ് ഞാൻ ഇതുവരെ ഒരു കോടീശ്വരൻ ആകാത്തത്? അതായത് ഇവിടെ ആയിരിക്കുന്നത്, ഇപ്പൊ മനോജ് സാർ ഓക്കെ, ഡാനി സാർ ഓക്കെ, പക്ഷെ ഇവിടെയുള്ള ബാക്കിയുള്ളവര് ഇപ്പൊ ഒരു കോടീശ്വരൻ എന്ന പദവിയിലേക്ക് എത്തിപ്പെടാത്തത് എന്തുകൊണ്ടാണ്, നമ്മൾ പലരും എത്തിപ്പെടാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളതിനെ കുറിച്ചൊരു ചിന്ത അല്ലെങ്കിൽ ഒരു വിശകലനമാണ് നമ്മളിപ്പോ നടത്താനായിട്ട് പോവുക. നമുക്കൊക്കെ അറിയാം, നമുക്കൊക്കെ പണത്തിന്റെ ആവശ്യമുണ്ട്. ഇവിടെ ഈ കൺസെപ്റ്റ് ചെയ്യുമ്പോൾ അത് കോടികൾ നേടാൻ കഴിയുന്ന ഒരു സംരംഭത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത് എന്നൊക്കെ അറിയാമെങ്കിലും, നമ്മൾ എന്തുകൊണ്ടാണ് ഈ സമ്പത്ത് നമ്മിലേക്ക് ഒഴുകിയെത്താത്തത്, അല്ലെങ്കിൽ ഈ സമ്പത്തിന് നമ്മൾ അർഹനായി തീരാത്തത്, അല്ലെങ്കിൽ അനുദിനവും സമ്പത്ത് നമ്മിലേക്ക് ഒഴുകി വരാത്തത് എന്നതിനെ കുറിച്ചൊന്ന് ചിന്തിക്കാം. അതിന് ഒരു 5 ഭാഗമായിട്ട് ഞാൻ അതിനെ ക്രമീകരിക്കാം. 5 ഭാഗങ്ങളില് ഒരു 5 ക്വസ്റ്റ്യൻ വീതം, ഒരു 25 ക്വസ്റ്റ്യൻ ആണ് ഇപ്പോ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുക. ഒന്ന് മനസ്സിരുത്തി, ഇപ്പൊ ഈ മീറ്റിംഗിൽ ഓരോരുത്തരും പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ പലരും, പ്രത്യേകിച്ച് സ്ത്രീജനങ്ങളാണ് കൂടുതലുള്ളത്, അവരെ പലപ്പോഴും മീറ്റിംഗിൽ പങ്കെടുക്കുമ്പോഴും വീട്ടിൽ ജോലികൾ ചെയ്തുകൊണ്ടും കൂടിയാണ് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുക. എങ്കിൽ പോലും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. കാരണം ഞാൻ പറഞ്ഞു, ഈ ക്ലാസ് എന്ന് പറയുന്നത് ഫിസിക്കലി നടത്തിക്കൊണ്ടിരിക്കുന്ന ക്ലാസ് ആണ്. ഇപ്പൊ ഓൺലൈൻ ആയിട്ട് പറയുമ്പോൾ അതിൻ്റെതായ പരിമിതികളുണ്ട്. ഓക്കെ, എങ്കിലും ഒന്ന് ചിന്തിച്ചാൽ മതി. ഇവിടെ ഞാൻ അക്ഷരാർത്ഥത്തിൽ ഒരു ലക്ഷപ്രഭുവായി മാറാത്തത്, അല്ലെങ്കിൽ ഒരു കോടീശ്വരനായി അല്ലെ കോടീശ്വരിയായി മാറാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, അതിനുള്ള ഒരു മാനസിക തയ്യാറെടുപ്പ് എന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ? ആ ഒരു വിശകലനമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ ഒന്നാമത്തെ കാര്യം, എനിക്കതിന് ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ നമ്മള് ഈ പറയുന്ന 5 ക്വസ്റ്റ്യൻ ആണ്. ഒന്ന്, നമ്മൾ ഇങ്ങനെ ചിന്തിക്കുകയാണ്, എനിക്ക് ജീവിക്കാൻ ഒത്തിരി പണം വേണോ? എനിക്ക് ജീവിക്കാനുള്ളത് കിട്ടിയാൽ മതി. അപ്പൊ നമ്മൾ അത് എല്ലാ ദിവസവും പറയുന്നത്, എന്റെ ദൈവമേ, എനിക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ളതൊന്ന് കിട്ടിയാൽ മതിയായിരുന്നു. അതല്ലേ നമ്മൾ പറയുന്ന ഒന്നാമത്തെ കാര്യം, എനിക്ക് സുഖമായിട്ടൊന്ന് ജീവിച്ചു പോകാനുള്ളത് കിട്ടിയാൽ മതി. അതാണ് നമ്മൾ പലരും പറയുന്ന ഒരു കാര്യം. രണ്ടാമതായിട്ട്, ഇപ്പൊ വലിയ പ്രശ്നമൊന്നും ഇല്ലാണ്ട് പോകുന്നുണ്ട്, പ്രത്യേകിച്ച് രോഗമൊന്നും വന്ന് കടത്തിലാകാതിരുന്നാൽ മതിയായിരുന്നു. അത് നമ്മുടെ മറ്റൊരു പ്രാർത്ഥനയാണ്. അപ്പോ ഇപ്പം വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ നമ്മൾ പോകുന്നുണ്ട് എന്നുള്ളതായി. ഇനി നാലാമതായിട്ട്, നമുക്ക് പരിഗണന കിട്ടണം. മനുഷ്യന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് പരിഗണന കിട്ടുക എന്നുള്ളത്. സ്നേഹവും പരിഗണനയും കിട്ടുക എന്നുള്ളതാണ്. അപ്പോ സ്നേഹവും പരിഗണനയും ആരോഗ്യവും ഉണ്ടെങ്കിൽ തന്നെ, ദൈവമേ ഞാൻ രക്ഷപ്പെട്ടു, രോഗമൊന്നും ഉണ്ടാകാതെ എന്നെ ഒന്ന് പരിഗണിക്കുക. പ്രത്യേകിച്ച് ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ളത് കൂടുതൽ സ്ത്രീകളാണ്. സ്ത്രീകൾക്ക് വേണ്ടത് പണത്തെക്കാൾ കൂടുതൽ, ഭക്ഷണത്തെക്കാൾ കൂടുതൽ പരിഗണനയാണ് വേണ്ടത്, അല്ലെ? ഇപ്പോ രാവിലെ എണീറ്റ് വരുമ്പോ കട്ടിലേന്ന് എഴുന്നേറ്റ് പെടലി ഒന്ന് വെട്ടി, പെടലിക്ക് ചെറിയൊരു വേദന, പെടലിക്ക് വേദന ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ത്രീകൾ, അയ്യോ എന്റെ ദൈവമേ, കഴുത്തിന്
കട്ടിലേക്ക് ഒരു വേദന എന്ന് പറയുക, കട്ടിലിരുന്നുണ്ട്. അപ്പൊ അടുത്തിരുന്ന് ഭർത്താവ് അങ്ങോട്ട് തിരിഞ്ഞു കിടന്ന് ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആ വേദന അവിടെ ഇരിക്കും. അത് രാവിലെയും തീരില്ല, ഉച്ചയായാലും തീരില്ല, വൈകിട്ടായാലും തീരില്ല. പിറ്റേ ദിവസം രാവിലെ എഴുന്നേക്കും വരെ സ്ത്രീക്ക്, ഈ ഭാര്യയ്ക്ക്, ഈ പെടലിക്ക് ഈ വേദന, കഴുത്തിന് ഈ വേദന ഉണ്ടാവും. എന്നാൽ നേരെ മറിച്ച് എഴുന്നേറ്റ് വരുമ്പോ കട്ടിലായിരിക്കുമ്പോൾ തന്നെ ഈ എന്റെ പെടലിക്ക് വേദനയാണെന്ന് പറയുമ്പോ ഭർത്താവ് അത് എവിടെ സാരമില്ലടി, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ചുമ്മാ ഒന്ന് കൈന്ന് വെച്ചാൽ സാരമില്ലടി എന്ന് പറഞ്ഞാൽ ആ വേദന അവിടെ തീരും. അത്രേ ഉള്ളൂ. അപ്പൊ അതൊരു പരിഗണനയാണ് ഏറ്റവും കൂടുതൽ മനുഷ്യൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ വേദന പോലും മറക്കും എന്നുള്ളതാണ്. അപ്പോ നമ്മൾ ചിന്തിക്കുകയാണ്, സ്നേഹവും സന്തോഷവും ആരോഗ്യവും ഉണ്ടായെങ്കിൽ അത് മതി എന്ന് നമ്മുടെ മനസ്സിൽ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഇനി അഞ്ചാമതായിട്ട് നമ്മൾ അല്ലലില്ലാണ്ട് കഴിഞ്ഞ്, അല്ലെങ്കിൽ തരക്കേടില്ലാണ്ട് അങ്ങോട്ട് കഴിഞ്ഞു പോയാൽ മതി എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. ഇതെല്ലാം നമ്മൾ ചിന്തിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. എനിക്ക് ജീവിക്കാൻ ഒത്തിരി പണത്തിന്റെ ഒന്നും ആവശ്യമില്ല, ഒന്ന് സുഖമായിട്ട് ജീവിച്ചു പോയാൽ മതി. അപ്പോ ഇപ്പം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട്, രോഗമൊന്നും ഉണ്ടാകാതെ, കഷ്ടപ്പാടൊന്നും ഉണ്ടാകാതിരുന്നാൽ മതി. അപ്പോ അതുപോലെ തന്നെ എനിക്കൊരു പരിഗണന കിട്ടിയാൽ മതി. സ്നേഹവും പരിഗണനയും ആരോഗ്യവും സന്തോഷവും ഒക്കെ ഉണ്ടെങ്കിൽ അത് മതി എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അല്ലലില്ലാണ്ട് കഴിഞ്ഞ് അങ്ങ് പോയാൽ മതി എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഇവരിലേക്ക് എങ്ങനെയാണ് പഠനമെത്തുക? കാരണം ഇവർ ആഗ്രഹിക്കുന്നത് അതാണ്. ഇങ്ങനെയുള്ളവരെ നമ്മളെല്ലാവരും ഇവിടെ ആയിരിക്കുന്നതിൽ ഒരു 90% ആളുകളും ഇങ്ങനെ തന്നെയല്ലേ ചിന്തിക്കുക. അപ്പോ അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് ആ ഒരു മൈൻഡ് എന്താണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറിലേക്ക് നമ്മൾ കൊടുക്കുന്ന ചിന്ത എന്താണോ ആ ചിന്ത അതിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോ നമ്മൾ ചിന്തിക്കുന്നതാണ് നമ്മുടെ ലൈഫ് എന്നുള്ളത് പറയാം. നമ്മുടെ ചിന്തകളാണ് നമ്മുടെ വാക്കുകളും, നമ്മുടെ വാക്കുകളാണ് നമ്മുടെ പ്രവൃത്തിയും, നമ്മുടെ പ്രവൃത്തിയാണ് നമ്മുടെ ശീലവുമായി മാറുക. ശീലം നമ്മുടെ സ്വഭാവം രൂപപ്പെടുത്തുന്നു, നമ്മുടെ ശൈലി രൂപപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അത് നമ്മൾ എപ്പോഴും കേൾക്കുന്നതായ കാര്യമാണ്. അപ്പൊ നമ്മുടെ ചിന്തയ്ക്കാണ് മാറ്റം വരുത്തേണ്ടത് എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമാണ്. ഇനി അപ്പോ ഒന്ന് നമുക്കിത് ആവശ്യമുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് ഒന്ന് ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ ഞാനൊരു കോടീശ്വരനാകണം എന്നുള്ളത് വെറുതെ പറയുകയും, അല്ലെങ്കിൽ മനസ്സിലായ ക്ലാസ് കേൾക്കുമ്പോൾ അങ്ങോട്ട് ആവേശം കൊള്ളുകയും, എന്നാൽ ഞാൻ അതിലേക്കുള്ള ഒരു തയ്യാറെടുപ്പ് നടത്താതിരിക്കുകയും ചെയ്തതിന്റെ ഒന്നാമത്തെ ലക്ഷണമാണ് ഈ കാണുന്നത്. രണ്ടാമതായിട്ട്, എന്നെ കൊണ്ട് അതിന് സാധിക്കില്ല, അതൊരു ചിന്തയാണ്. കാരണം കോടീശ്വരനാകുക എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമൊന്നും അല്ല. മനോജ് സാറൊക്കെ പിന്നെ അത് ഇങ്ങനെ വന്ന് ഇപ്പൊ ആദ്യമേ വന്നത് കൊണ്ട് മനോജ് സാറിന് ഇങ്ങനെ ടീം വന്ന് മനോജ് സാറിനൊക്കെ പറ്റി, പക്ഷെ എന്നെ കൊണ്ട് അതൊന്നും പറ്റില്ല. അങ്ങനെ ചിന്തിക്കുന്ന ഒരു മനോഭാവം നമ്മളിലുണ്ടോ? ലക്ഷപ്രഭു, അയ്യോ കോടീശ്വരൻ എന്ന പദമൊന്നും എനിക്ക് ചേരുന്ന കാര്യമല്ല, എന്റെ പിന്നെ അതൊന്നും നമുക്ക് പറ്റുന്ന കാര്യമല്ലെന്ന് എന്ന് പലപ്പോഴും നമ്മൾ നമ്മളെ തന്നെ ചിന്തിക്കാറുണ്ട്. ഇനി സമ്പത്തുണ്ടാകണമെന്നുണ്ടെങ്കിൽ സമ്പന്ന കുടുംബത്തിൽ ജനിച്ചെങ്കിൽ മാത്രമേ സമ്പത്തുണ്ടാവൂ എന്നും ചിന്തിക്കാറുണ്ട്. ഇതൊക്കെ കാശുള്ളവന് കാശുണ്ട്, ഇല്ലാത്തവനില്ല. ഇതൊക്കെ നമ്മൾ ഇപ്പോൾ പറയുന്നതായ ഒരു കാര്യമാണ്. അപ്പൊ സമ്പന്ന കുടുംബത്തിലല്ല ഞാൻ ജനിച്ചത്, അതുകൊണ്ട് തന്നെ എനിക്ക് സമ്പത്ത് ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥ നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇനി സമ്പന്നനാകാനൊന്നും എനിക്കൊന്നും വിധിയില്ല എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. നമ്മളത് പറയുന്നത്, ചിന്തിക്കുന്ന ആളുകളുണ്ട്, നമ്മൾ പറയാറുണ്ട്. ഇതെല്ലാം നമ്മൾ പറയുന്ന കാര്യങ്ങളാണ്. സമ്പന്നനാകാൻ എനിക്ക് വിധിയില്ല, എനിക്കതൊന്നും വിധിച്ചിട്ടുള്ള കാര്യമല്ല. ഇനി സമ്പത്തുണ്ടാക്കാനുള്ള കാര്യങ്ങൾ പഠിക്കാനുള്ള കഴിവ് എനിക്ക് ഇല്ല, അങ്ങനെയുള്ള കഴിവൊന്നും എനിക്കില്ല. ഞാനിങ്ങനെ ത്തോട്ട് പുതിയ കാര്യങ്ങൾ പഠിക്കാനൊന്നും എനിക്ക് അതിനുള്ള കഴിവില്ല. അങ്ങനെ കഴിവുണ്ടായിരുന്നു ഞാൻ എവിടെ എത്തിയാനെ. ഇതും നമ്മൾ ചിന്തിക്കുന്നതാണ്, നമ്മൾ പറയുന്ന കാര്യമാണ്. അഞ്ചാമതായിട്ട്, ഇനി അഥവാ എനിക്ക് പണം ഉണ്ടായാൽ തന്നെ, ഞാനിപ്പോ ലക്ഷപ്രഭുവായി, ലക്ഷങ്ങൾ സമ്പാദിച്ചു, അല്ലെങ്കിൽ എനിക്ക് കോടികളുടെ ആസ്തി ഉണ്ടായി എന്ന് കരുതുക. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെയും എന്റെ ഈ പൈസ നിൽക്കില്ല. കാരണം എന്റെ ബന്ധുക്കള് സമ്പത്തുള്ളവരല്ല, എന്റെ അയൽവാസികള്, എന്റെ സുഹൃത്തുക്കള് ഒന്നും സമ്പത്തുള്ളവരല്ല. അപ്പൊ എന്റെ ഈ വന്നാലും അവർക്ക് കൊടുത്ത് ഞാൻ മുടിയുള്ളൂ എന്ന് ചിന്തിക്കുന്ന രീതിയും മൈൻഡും നമ്മളിലുണ്ട്. അപ്പൊ രണ്ടാമത് ഇതാണ്, എന്നെ കൊണ്ട് ഇതിന് സാധിക്കില്ല എന്ന് നമ്മൾ പലപ്പോഴായിട്ട് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. ഇതെപ്പോഴെങ്കിലും നമ്മൾ എന്നെ കൊണ്ട് ഇത് കഴിയും എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമ്മൾ ചിന്തിച്ച ചില കാര്യങ്ങൾ എന്ന് പോയിന്റ് ചെയ്ത് പറഞ്ഞതാണിത്. ഇപ്പോ ലക്ഷപ്രഭു അല്ലെ കോടീശ്വരൻ എന്നൊക്കെ പറയാനുള്ള ഒരു പദവിയൊന്നും എനിക്ക് പറ്റുന്ന കാര്യമല്ല. ഞാൻ സമ്പന്ന കുടുംബത്തിലല്ല ജനിച്ചത്, സമ്പന്നനാകാൻ ഞാൻ വിധിക്കപ്പെട്ടിട്ടുള്ള ഒരാളൊന്നുമല്ല.
സമ്പന്നനാകാൻ വേണ്ടിയിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ, അങ്ങനെ പഠിക്കാനുള്ള കഴിവ് എനിക്കില്ല, അല്ല മറ്റുള്ളവരെ അല്ല ബന്ധുക്കളൊന്നും ഒക്കെ ഈ ദരിദ്രാവസ്ഥയിലായിരിക്കും, എനിക്ക് സമ്പത്തുണ്ടായിട്ട് ഞാനത് കൊടുത്തു തീരുവുള്ളൂ, അല്ല എന്നെ പിന്നെ അത് ശത്രുക്കളായിട്ട് കാണുകയുള്ളൂ എന്ന മനോഭാവവും. ഇനി മൂന്നാമത്തെ തലം എന്ന് പറയുന്നത് ആത്മീയ തലത്തെ കുറിച്ച് നോക്കാം. ആത്മീയ തലം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കുഞ്ഞുനമ്പ്യാര് പ്രകാരം പറഞ്ഞിട്ടുണ്ട്, പണം എന്നുള്ളത് കയ്യിൽ വരുമ്പോൾ ഗുണം എന്നുള്ളത് ദൂരത്താകും. നമുക്കറിയാവുന്ന കാര്യമാണ്. ഇത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കുറെ കേട്ടിട്ടുണ്ട്. പണം കയ്യിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്റെ മൂല്യങ്ങൾ മുഴുവൻ നശിച്ചു പോകുമെന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവാം. മൂല്യങ്ങൾ നശിക്കും, പണമുള്ളവന് മൂല്യമില്ലാത്തവനാണെന്നുള്ള ചിന്ത ഒരു പരിധി വരെ നമ്മുടെ മനസ്സിൽ തോന്നിയിട്ടുണ്ടാവാം. അപ്പോ പണം കയ്യിൽ വന്നു കഴിഞ്ഞാൽ മൂല്യം നശിക്കും എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് പണം എല്ലാറ്റിനും ഒരു ദോഷമാണ് എന്ന ചിന്ത നമ്മുടെ മൈൻഡിൽ വന്നിട്ടുണ്ടാവാം. അതുപോലെ തന്നെ ബൈബിളിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്നുള്ളത് ബൈബിളിൽ പറയുന്നുണ്ട്. അപ്പൊ അതിനെ നമ്മൾ കേൾക്കുമ്പോ പണം ഉള്ളവനൊന്നും സ്വർഗം ലഭിക്കില്ല, ധനവാൻ സ്വർഗം ലഭിക്കില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ദരിദ്രനായിരിക്കുന്നതാണ് ഏറ്റവും അഭികാമ്യം എന്ന് ചിലപ്പോഴൊക്കെ നമ്മൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവാം ആ കാര്യത്തെ കുറിച്ച്. അതുപോലെ തന്നെ ബൈബിൾ പറയുന്ന മറ്റൊരു കാര്യമാണ്, ആത്മീയ തലത്തിൽ നോക്കുമ്പോൾ ഇതാണ്, നിന്റെ നിക്ഷേപം എവിടെയോ അവിടെയാണ് നിന്റെ ഹൃദയവും. ബൈബിളിൽ പറയുന്ന ഒരു കാര്യമാണ്. അപ്പൊ എന്റെ സ്വത്ത് എവിടെയാണോ ഇരിക്കുന്നത്, എന്റെ ചിന്ത, എന്റെ ഹൃദയം, എന്റെ മനസ്സെപ്പോഴും എന്റെ സ്വത്തിനെ കുറിച്ച്, ഈ സ്വത്താരിലും കട്ടോണ്ട് പോവോ, അത് നശിച്ചു പോവോ, ഇല്ല പെട്ടെന്ന് അങ്ങോട്ട് മാർക്കറ്റ് ഇടിഞ്ഞു പോവോ, എന്റെ പണം നഷ്ടമാകുമോ, അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോ എന്റെ ഉറക്കം നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയാണ് എനിക്ക് ഒത്തിരി പണം ഉണ്ടായി കഴിഞ്ഞാൽ എന്നുള്ളത് ആത്മീയ തലത്തിൽ നമ്മൾ ചിന്തിക്കുന്നു. ഇനി നാലാമത്തെ ഇതിൽ തന്നെ ഈ ആത്മീയതയുടെ നാലാമത്തെ ഘടകം എന്ന് പറയുന്നത്, നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു കാര്യം, ചാകുമ്പോ ഇതൊന്നും കൊണ്ടുപോകുന്നൊന്നും ഇല്ലല്ലോ. എത്ര ഉണ്ടാക്കിയാലും ചത്താൽ ആറടി മണ്ണല്ലേ ഉള്ളൂ, ചാകുമ്പോ ഇതൊന്നും കൊണ്ടുപോകുന്നില്ലല്ലോ എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ചിന്തിക്കാറുണ്ട്. ഇതും ഒരു ആത്മീയ തലത്തിൽ നോക്കുമ്പോൾ ശരിയാണ്. മരിച്ചു കഴിഞ്ഞാൽ സ്വർഗം ലഭിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെ സ്വർഗത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ അവിടെ ഈ പണമൊന്നും അല്ല, സത്പേരാണ് നമുക്ക് ഏറ്റവും ഗുണം ചെയ്യുന്നത് എന്നൊക്കെയുള്ള നമ്മൾ ചിന്തിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ഇനി ഈ ആത്മീയ തലത്തിൽ നിന്ന് നോക്കുമ്പോൾ അഞ്ചാമതായിട്ട് എന്റെ സാമ്പത്തിക നില ദൈവം നോക്കും. നമ്മളെല്ലാം നല്ലൊരു ദൈവവിശ്വാസികളാണ്. നമ്മളൊക്കെ ചിന്തിക്കുന്നതിന് എല്ലാം ദൈവം നോക്കിക്കോളും, എന്റെ സാമ്പത്തിക സ്ഥിതി എല്ലാം ദൈവം നോക്കിക്കോളും എന്നുള്ളതാണ് ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വരാവുന്നത്. നോക്കൂ, രാവിലെ എണീറ്റ് ഞാൻ ഈ പ്രഭാതം മുതൽ ഈ സമയം വരെയും ഞാൻ നെഗറ്റീവുകൾ പറയുകയല്ല, മറിച്ച് ഇതെല്ലാം നമ്മുടെ മൈൻഡിലൂടെ വരുന്നതായിട്ടുള്ള വസ്തുതകളാണ്. ഇനി ഇപ്പൊ 20 ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞു, ഒരു 5 ക്വസ്റ്റ്യൻ കൂടെ പറയാം. പണം എന്നുള്ളത് തെറ്റാണ്, അല്ലെ ധനം എന്നുള്ളത് തെറ്റാണ് എന്ന നമ്മുടെ മൈൻഡിലേക്ക് വരാവുന്ന ഒരു 5 കാര്യങ്ങൾ കൂടി. അതിലൊന്നാമത്, പല സമ്പന്നരും പണം സമ്പാദിച്ചിട്ടുള്ളത് തെറ്റായിട്ടുള്ള മാർഗത്തിലൂടെയാണ്. അത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ രാഷ്ട്രീയ മേഖലയിലുള്ളവര് അവരൊക്കെ കൈക്കൂലി വാങ്ങിച്ചിട്ടാ, ഗവൺമെന്റ് എംപ്ലോയി കൈക്കൂലി വാങ്ങിച്ചിട്ടാ, ഡോക്ടേഴ്സ് കൈക്കൂലി വാങ്ങിച്ചിട്ടാ, പാറമട ലോബികള് കൈക്കൂലി വാങ്ങിച്ചിട്ടാ, അങ്ങനെ ആരൊക്കെ പണം ഉണ്ടാക്കിയിട്ടുണ്ട് അവരൊക്കെ കൈക്കൂലി വാങ്ങിച്ചിട്ടല്ല, തെറ്റായ മാർഗത്തിലൂടെയാണ്, പലതരത്തിലുള്ള തെറ്റായ പ്രവർത്തനങ്ങളിലൂടെയാണ്, കള്ളക്കടത്ത് നടത്തിയിട്ടാണ്, കഞ്ചാവ് കച്ചവടം നടത്തിയിട്ടാണ് പണം ഉണ്ടാക്കിയത് എന്ന ചിന്ത നമുക്ക്, അത് പണം ഉണ്ടാക്കുക തെറ്റായ ഒരു പ്രവണതയാണെന്നുള്ള തോന്നലും നമ്മുടെ മൈൻഡിലേക്ക് വന്നിട്ടുണ്ടാവും. ഇനി അതില് രണ്ടാമതൊരു കാര്യം, ഈ വളരെ അധികമായിട്ട് പണം ഉണ്ടാകുന്നത് അത് തന്നെ ഒരു വലിയ ഒരു ബാധ്യതയാണ്. നമുക്ക് ഒത്തിരി പണം ഉണ്ടായി കഴിഞ്ഞാൽ അതൊരു ബാധ്യതയാണ്, അത് മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് വലിയ ബാധ്യതയാണ്. അപ്പോ അത്തരത്തിലുള്ള ഒരു ബാധ്യതയൊന്നും എനിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് ചിന്തിക്കുന്നതായിട്ടുള്ള ആളുകള്, അല്ലെങ്കിൽ നമുക്ക് പലപ്പോഴും പണം ഉണ്ടെങ്കിൽ എന്റെ പിന്നെ അതൊരു തലവേദനയാണ്, ഇപ്പൊ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട്. നമ്മൾ പലപ്പോഴും പറയുന്നൊരു കാര്യമാണ്, പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നതാണ് പണം. കാരണം നമ്മുടെ ബന്ധങ്ങൾ തകർക്കും. ഇപ്പൊ എനിക്ക് കുറച്ച് പണം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചോദിച്ചവർ കൊടുത്തില്ല എങ്കിൽ അവരുമായിട്ട് പിണങ്ങേണ്ടതായിട്ട് വരും, കൊടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ചു കിട്ടാണ്ട് പിണങ്ങേണ്ടതായിട്ട് വരും. അപ്പൊ അത്തരത്തിലുള്ള പ്രശ്നങ്ങളെ ഒക്കെ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ് ഈ പണം എന്ന് പറയുന്നത്. അപ്പോ പണം നമുക്ക് ഒരു ബാധ്യതയാണ്, അല്ലെങ്കിൽ പണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബന്ധങ്ങളെ തകർക്കുന്നതാണ് എന്നൊക്കെയുള്ള ചിന്ത, അത് പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ചിന്തിച്ചിട്ടുണ്ട്.
ഇനി സമ്പന്നതയില് നമുക്ക് സമ്പത്തുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സമ്പന്നരുടെ പലരുടെയും ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണ് എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട് അല്ലെ? സമ്പത്തുണ്ടെങ്കിൽ അവനൊന്നും സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല, ഇത്തിരി കാശുണ്ട്, അവനൊന്നും ഉറക്കം കിട്ടുന്നില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. അതുപോലെ തന്നെയാണ് സമ്പത്തിനെ കുറിച്ച്, അല്ലെ സമ്പത്തുള്ളവരെയോടുള്ള അസൂയ നമുക്കും ഉണ്ട്. നമ്മുടെ നാട്ടില് സമ്പത്തുള്ളവന്, അല്ലെങ്കിൽ ഇപ്പൊ നല്ല ഒരു കോടികൾ വിലയുള്ള ഒരു വീട് പണിയുന്നു നമ്മുടെ നാട്ടിലൊരുത്തന്, ഒരു 5000 സ്ക്വയർ ഫീറ്റിന് മുകളിൽ ഒരു വീട് പണിയാണ്. നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുന്നത് എന്താണ്? നിങ്ങൾക്ക് ഇതിന്റെ വലിയ ആവശ്യമുണ്ട്, ആകെ 2 പേരേ ഉള്ളൂ, 16 മുറിയുള്ള വീട് പണിതിരിക്കും, എന്നാ കാര്യത്തിന് പണിയുന്നത്? ഇതിന്റെ ഒരു വലിയ ആവശ്യമുള്ളതാണോ? ഇതൊക്കെ ഒരു ചെറിയൊരു വീട് പണിതിട്ട് ബാക്കി എത്രയോ പേർക്ക് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. മറ്റുള്ളവന് സമ്പത്തുണ്ടെങ്കിൽ ആ നാട്ടിലുള്ളവർക്ക് മുഴുവൻ അവനോട് അസൂയ തോന്നും. അപ്പൊ എന്തിനാ എനിക്കും ഈ സമ്പത്ത് വന്നു കഴിയും ഞാൻ ഈ അസൂയയ്ക്ക് പാത്രീഭൂതനാകുന്നത് എന്ന ചിന്ത എന്നിലേക്ക് ഉണ്ടാകാം. അപ്പോ ഇതെല്ലാം നമ്മുടെ മൈൻഡിനെ ഒന്ന് വിശകലനം ചെയ്ത് നോക്കി. ഞാൻ ഈ പറഞ്ഞപ്പോ 25ഓളം പോയിന്റുകൾ ഞാൻ പറഞ്ഞു. ഈ പറഞ്ഞ പോയിന്റുകളെല്ലാം അക്ഷരാർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കുന്ന, അനുദിനവും ചിന്തിക്കുന്നതായിട്ടുള്ള കാര്യം തന്നെയല്ലേ? എനിക്ക് ജീവിക്കാനുള്ള പണം മതി, സുഖമായിട്ടൊന്ന് ജീവിച്ചു പോയാൽ മതി, അല്ലലില്ലാണ്ട് കഴിഞ്ഞാൽ മതി, ഇപ്പൊ എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, രോഗമൊന്നും വരാതിരുന്നാൽ മതി, എനിക്ക് സ്നേഹവും പരിഗണനയും ആരോഗ്യവും ഉണ്ടായിരുന്നാൽ അത് ധാരാളമായി, അല്ലലില്ലാണ്ടെന്ന് കഴിഞ്ഞ് തട്ടിമുട്ടി പോയാൽ മതി. ഇത് നമ്മുടെ ഒരു പ്രാർത്ഥനയാണ്, നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. അല്ലാതെ എന്നെ കൊണ്ട് ഇതിന് പറ്റില്ല എന്നുള്ളത്. രക്ഷപ്രഭു അല്ലെങ്കിൽ കോടീശ്വരൻ എന്നൊക്കെ പറയുന്ന പദവിക്കൊന്നും ഞാൻ യോഗ്യനല്ല. ഇപ്പം ജോണി പരമല എന്ന് പറയുന്നത് കോടീശ്വരനാണെന്ന് പറയുന്നത് കേൾക്കുമ്പോ തന്നെ എനിക്ക് പേടിയാ. ഇപ്പൊ അതിന്റെ നിസ്സാരം പറഞ്ഞു കഴിഞ്ഞാൽ ഓണം ബമ്പർ, സർക്കാരിന്റെ ഓണം ബമ്പർ 20 കോടി രൂപ ഒന്നാം സമ്മാനം. നാളെ രാവിലെ പ്രഭാതത്തിൽ ഇത് ഇവിടെ ആയിരിക്കുന്ന നമ്മുടെ ഈ മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒത്തിരിയേറെ ആളുകളുണ്ട്. അതിലിപ്പോ ഓരോരുത്തരുടെയും പേര് വിളിച്ചിട്ട് അങ്ങോട്ട് പറയാം, നാളെ അല്ലെങ്കിൽ ഈ പ്രാവശ്യത്തെ ഓണം ബമ്പർ ഇപ്പൊ ഹംസ സാറിന് ഒന്നാം സമ്മാനം, അല്ലെ ഹസീന മേഡത്തിന് ഒന്നാം സമ്മാനം 20 കോടി രൂപ. ഇവിടെ അഭിലാഷ് സാറുണ്ട്, അനിൽകുമാർ സാറുണ്ട്, അങ്ങനെ ധാരാളം ആളുകളുണ്ട്, ഭാസ്കർ സാറുണ്ട്, ബിനു സാറുണ്ട്, ബിനുമോളുണ്ട്, അങ്ങനെ ഒത്തിരിയേറെ ആളുകൾ. ഇതിലായിരിക്കുന്ന ഓരോരുത്തരും ഒന്ന് ചിന്തിച്ച് നോക്കൂ. ഓണം ബമ്പറിന്റെ ഒന്നാം സമ്മാനം 20 കോടി രൂപ നാളെ പ്രഭാതത്തിൽ എനിക്ക് അടിച്ചു എന്ന് കരുത്. അയ്യോ, എന്ത് ചെയ്യും? 20 കോടി രൂപ ഒറ്റ ദിവസം എന്നിലേക്ക് വന്നു ചേർന്നാൽ അപ്പൊ അതെന്നെ ഭയപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ്. ഇവിടെ ഞാൻ അതിന് മാനസികമായിട്ട് ഒരു തരത്തിലുള്ള തയ്യാറെടുപ്പ് നടത്തിയിട്ടില്ല. അങ്ങനെയുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു പക്ഷെ അറ്റാക്ക് കൂടെ ഉണ്ടായേക്കാം. അങ്ങനെ പെട്ടെന്ന് പണം നമ്മിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്റെ ലൈഫ് മൊത്തത്തിൽ ചേഞ്ച് ആയി പോകും. അപ്പോ ഞാൻ ആ ഒരു ചിന്ത, അല്ല ആ ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടേ ഇല്ല ഞാൻ സമ്പന്നനാകുക എന്നുള്ളതിനെ കുറിച്ച്. ഇപ്പൊ മറ്റുള്ളവര് എന്നെ കുറിച്ച്, അല്ല ബന്ധുക്കളും മിത്രങ്ങളും അയൽവാസികളും ഒക്കെ എന്നിൽ നിന്ന് അകലും, അല്ലെങ്കിൽ പ്രശ്നങ്ങളാവും എന്നൊക്കെയുള്ളത്. പണം അധികമായിട്ട് എന്റെ കയ്യിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്റെ എനിക്ക് മൂല്യം ശോഷണം സംഭവിക്കും, അല്ലെങ്കിൽ എനിക്ക് ആത്മീയ മേഖലയിൽ ഞാൻ തകർന്നു പോകും. ഇതുവരെ ഞാൻ എത്രത്തോളം ആത്മീയതയിലാണ് ജീവിച്ച ആത്മീയ മേഖലയെ കുറിച്ച് നോക്കുമ്പോൾ അതെല്ലാം എനിക്ക് വലിയ തോതിലുള്ള പരാജയം ഉണ്ടാകും എന്നുള്ളത്. അപ്പൊ എന്റെ സാമ്പത്തിക നില ദൈവം തീരുമാനിച്ചോളും. അതുകൊണ്ട് ഞാൻ എങ്ങനെ ജീവിക്കണം എന്നുള്ള ദൈവം തീരുമാനിച്ചോളും. ഞാൻ എല്ലാം ദൈവത്തിന് കൊടുത്തിരിക്കുകയാണ് ആത്മീയ തലത്തിൽ നിന്ന് നോക്കുമ്പോൾ. അങ്ങനെ പലരും പണം സമ്പാദിച്ചത് അനധികൃതമായിട്ടാണ്, അല്ലെ ഈ സമ്പന്നനോടുള്ള അസൂയ, വിദ്വേഷം ഒക്കെ, അല്ലെങ്കിൽ അവന് ഉറക്കം നഷ്ടപ്പെടുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ അനുദിനവും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇത് ഇത്രയും നേരം ഞാൻ പറഞ്ഞത് മുഴുവൻ നെഗറ്റീവ് ചിന്തകളായിരുന്നു, നെഗറ്റീവ് തോട്ടുകളാണ്. നമുക്ക് പണം നമ്മിലേക്ക് ഒഴുകിയെത്താനുള്ള സാഹചര്യത്തെ ബ്ലോക്ക് ചെയ്യുന്നതായിട്ടുള്ള നെഗറ്റീവ് ചിന്തകളാണിത്. ഈ നെഗറ്റീവ് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ മൈൻഡിൽ നിന്ന് വരുന്നതും നമ്മൾ അറിയാണ്ട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതുമായ കാര്യങ്ങളാണ്. വീണ്ടും ആവർത്തിക്കുന്നു, നമ്മുടെ ചിന്തയാണ് നമ്മുടെ വാക്കുകൾ. നമ്മൾ എന്ത് ചിന്തിക്കുന്നു അതാണ് നമ്മുടെ വാക്ക്. ഇനി നമ്മുടെ വാക്ക് എന്താണോ അതാണ് നമ്മുടെ പ്രവൃത്തി. നമ്മുടെ പ്രവൃത്തി എന്താണോ അത് നമ്മുടെ ശീലമായി മാറും. അപ്പോ അക്ഷരാർത്ഥം നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്, ഈ നെഗറ്റീവ് തോട്ടുകളാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മിലേക്ക് പണം ഒഴുകിയെത്താനുള്ള സാഹചര്യം ഇല്ലാണ്ടായി മാറും, ബ്ലോക്കായി മാറും. പ്രിയമുള്ളവരെ, നമുക്ക് ഇവിടെ വേണ്ടത് ഈ ബ്ലോക്ക് മാറ്റുക എന്നുള്ളതാണ്. പണം നമ്മിലേക്ക് ഒഴുകിയെത്തണം. പണം ഒഴുകിയെത്തണം. ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങളെ അതിന് നേരെ ഓപ്പോസിറ്റ്